ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പോസിറ്റീവായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ചേച്ചി പറഞ്ഞതുപോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഒരു കാറ്റഗറി പറയുന്നുണ്ട്. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഞാനിതൊന്നും എഴുതിയില്ല, അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഒക്കെ കഴിഞ്ഞു, പോയത് പോയി. ഇനി നമ്മൾ അതിനെ കുറിച്ച് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളവരാണെങ്കിലും ദയവ് ചെയ്തിട്ട് ഒന്നും എഴുതാത്ത ആൾക്കാരെ വിളിച്ചിട്ട് എടാ ഞാൻ അത് എഴുതിയിട്ടോ, ഞാൻ ഇത് എഴുതിയിട്ടോ അങ്ങനെയൊന്നും പറയരുത്. പാവം അവരോ എങ്ങനെയോ ഇരിക്കുകയായിരിക്കും, ഭയങ്കര ഒരു മാതിരി. സോ നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്യരുത്, അത്ര ക്രൂരമൊന്നും ആവരുത്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് കിടക്കാം. റെഗുലർ ക്ലാസ് വീഡിയോസ് നമ്മുടെ ഇപ്പൊ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ വൃത്തിയായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പക്കാ സെറ്റാണ്. സോ അവരവർക്കുള്ള വേണ്ട വീഡിയോസ് നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ തന്നെ ക്ലാരിഫൈ ചെയ്യും. സോ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട് സ്റ്റുഡന്റിന്, പർട്ടിക്കുലർലി 10th പ്ലസ് 1 പ്ലസ് 2 വേറെ വൃത്തിയായിട്ട് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പ്സിലും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് സ്റ്റഡിങ് റൂമാണ്. ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിട്ട് നിങ്ങൾക്കൊരു ട്യൂഷൻ സെന്ററിന് പകരം സ്റ്റുഡന്റ് ഒരു ട്യൂഷൻ ഓൾട്ടർനേറ്റീവ് ട്യൂഷൻ സെന്റർ ആയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പൊ ഫുൾ എല്ലാം ഓൺലൈൻ അല്ലേ, ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ഒന്നും ഇല്ലല്ലോ, നേരിട്ട് ട്യൂഷൻ ക്ലാസ്സിലൊന്നും ആരും പോകുന്നില്ല. പിന്നെ എല്ലാം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു സ്വന്തമായിട്ട് ഫോണാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഫോൺ ഉണ്ടാവുമല്ലോ. സോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉപയോഗിക്കുക. കയ്യിൽ മൊബൈൽ ആണെങ്കിൽ ആ സംഭവത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിന് മുന്നിൽ ഹാപ്പി ന്യൂസ് പറയാം. സ്റ്റുഡന്റ് വിത്തിൻ മന്ത്സ് തന്നെ മോണിറ്റൈസ് ആയി. ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളൊക്കെ ജെന്യൂൻ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ ഹാപ്പിനെസ് ഇത്രയും ഞങ്ങൾക്ക് കിട്ടാൻ കാരണം. ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് ഒരിക്കലും ഞാൻ വിത്തിൻ ഡേയ്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ബിക്കോസ് അനിയന്മാരും അനിയത്തിമാരുമാണ് ഇതിന് വലിയൊരു റീസൺ. ചാപ്റ്ററിലേക്ക് കിടക്കാം. ആൻഡ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്താണ് ഓറിയന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിൽ എങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മുടെ ചാപ്റ്റർ അല്ലെ. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എടുക്കുകയാണ്. അത് നമ്മൾ 2 പാർട്ട് വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു പാർട്ട് വീഡിയോയിൽ തിയറി കോൺസെപ്റ്റ്സ് ഒക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നിങ്ങൾ പ്രോബ്ലംസ് റിലേറ്റഡ് പ്രീവിയസ് പ്രോബ്ലംസും എക്സാമിന് എങ്ങനെ പ്രോബ്ലംസ് വരുന്നത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അത് ഫേവർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് കുറച്ച് തിയറിയും ഉണ്ട്, പ്ലസ് കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തിയറിയാണ്. ഓക്കെ, നമുക്ക് കിടക്കാമല്ലോ, തിയറിയിലേക്ക് കിടക്കാമല്ലോ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ എല്ലാ കാര്യവും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം എന്താണ് മാറ്റർ? ജസ്റ്റ് എ സെന്റൻസ് ആണ്. എന്താണ് മാറ്റർ? Anything that occupies a mass and possesses a space and occupies a space possesses a mass. ഒരു മാസ് ഉള്ളതും അത് വെക്കാൻ ഇതൊരു മാറ്റർ ആണ്. കാരണം ഇതിനൊരു മാസ് അത് പൊസസ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു സ്പേസും വേണം അല്ലെ. ഇതിപ്പോ ഞാൻ ഇവിടെ വെക്കണമെങ്കിൽ ഇതിനൊരു സ്പേസ് വേണ്ടേ. ഞാൻ ഒരു മാറ്റർ ആണ്, എനിക്കൊരു മാസ് ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് അതിനൊരു എന്തും കൂടെ വേണം, എനിക്കൊരു ഒരു സ്പേസും കൂടെ വേണം അല്ലെ. അപ്പൊ എനിത്തിങ് ദാറ്റ് occupies space and possesses mass is known as matter. Anything that occupies space and possesses mass is known as matter. Okay, matter മെയിൻ ആയിട്ട് 3 ഫിസിക്കൽ സ്റ്റേറ്റ്സിലാണ് കാണപ്പെടാറ്. ഏതൊക്കെയാണ്? സോളിഡും ലിക്വിഡും ഗ്യാസും അല്ലേ. ഇതൊക്കെ അറിയുന്നല്ലേ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, മെയിൻ ആയിട്ട് മാറ്ററിനെ ബ്രോഡായിട്ട് രണ്ടായിട്ട് നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? മാറ്റർ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചർ ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സ്ചർ എന്നുള്ളത്. എന്താണ് മിക്സ്ചർ? മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ്ചർ എന്താ സാധനം? മിക്സ്ചർ ഫർദർ ആയിട്ട് ഹോമോജീനിയസും ഹെട്രോജീനിയസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് മിക്സ്ചർ? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്താൽ നമുക്കൊരു മിക്സ്ചർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസ് എന്തായിരിക്കും? ഒരേ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസുകൾ മാത്രമുള്ളതിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും. ഒന്നുകൂടെ പറഞ്ഞുതരാം. മാറ്റർ ഈസ് സംതിങ് ദാറ്റ് ഒക്യുപ്പൈസ് എ മാസ് ആൻഡ് പൊസസ് എ സ്പേസ് അല്ലെ. പൊസസ് എ മാസ് ആൻഡ് ഒക്യുപ്പൈസ് എ സ്പേസ്. ഓക്കെ, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും അല്ലെ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് കിട്ടും. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മോർ ദാൻ 1 സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിക്സ്ചർ കിട്ടും അല്ലെ. പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ ഫർദർ ആയിട്ട് എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി കാണിച്ചു തരട്ടെ. സോ ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മാറ്റർ ആയിരുന്നു അല്ലെ. മാറ്റർ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എന്താണ് മാറ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മാറ്റർ ഫർദർ ആയിട്ട് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. ഓക്കെ, അപ്പൊ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത പ്യുവർ സബ്സ്റ്റൻസ്, ഒരേപോലത്തെ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത പ്യുവർ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1
സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്താൽ മിക്സ്ചർ ആയിട്ട് മാറും. പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ ഫർദർ ആയിട്ട് ഇനി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എലമെന്റും കോമ്പൗണ്ടും. എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് മിക്സ്ചറിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ്? ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. മാറ്റർ എന്താണെന്ന് പറഞ്ഞു ഞാൻ, പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, മിക്സ്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാൻ എലമെന്റും കോമ്പൗണ്ടും പറഞ്ഞുതരാം. എലമെന്റ് എന്താണ് സാധനം? ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്. അപ്പൊ എന്താണ് എലമെന്റ്? ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് കൂടി ചേർന്നാൽ നമുക്ക് എലമെന്റ് കിട്ടും. ഒരേ ടൈപ്പ് ഓഫ്, ഉദാഹരണത്തിന് ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്. ഇതിനകത്ത് ഹൈഡ്രജൻ ആറ്റംസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ, ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്താൽ അത് എലമെന്റ് ആണ്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ H2O, വാട്ടർ, അത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പൊ അതിൽ ആറ്റംസ് എന്തായി? ഹൈഡ്രജന്റെ ഒരു ആറ്റമും ഉണ്ടാവും, ഓക്സിജന്റെ ഒരു ആറ്റം ഉണ്ടാവും. അപ്പൊ ഒന്നിൽ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്താൽ അത് എന്തായിട്ട് മാറും? കോമ്പൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ എലമെന്റിൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം കമ്പൈൻ ചെയ്താൽ എലമെന്റ് ആവും. നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജനകത്ത് ഹൈഡ്രജന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ H2O എടുത്തു എന്ന് വിചാരിക്കുക. അവിടെ ഹൈഡ്രജന്റെ ആറ്റംസും ഉണ്ട്, ഓക്സിജന്റെ ആറ്റംസും ഉണ്ട്. സോ ഒന്നിൽ കൂടുതൽ ആറ്റംസുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് എന്ന് പറയും. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിലേക്ക് കിടക്കാലോ. മിക്സ്ചറിൽ നിന്നും രണ്ടെണ്ണം, ഹോമോജീനിയസും ഹെട്രോജീനിയസും. ശരിയല്ലേ? ഹോമോജീനിയസ്, ഹോമോ എന്ന് പറഞ്ഞ എന്താ സാധനം? ഒരേപോലെ, സെയിം എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ഹോമോ എവിടെ വന്നാലും ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് അർത്ഥം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം, യൂണിഫോം ആയിട്ടെല്ലാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, പഞ്ചസാര വെള്ളം, അല്ലെ? ഷുഗർ സൊല്യൂഷൻ നിങ്ങൾ പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് വെച്ചു, ഷുഗർ സൊല്യൂഷൻ ആക്കി. അതിൽ ഇനി നിങ്ങൾ ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേറെ വെള്ളം വേറെ ആയിട്ട് കാണുമോ അതോ ഒരുമിച്ച് കാണുമോ? ഈവൻ ദോ കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാക്കണ്ട. പക്ഷെ എക്സ്ട്രാ പഞ്ചസാര വേറെ വെള്ളം വേറെ ആയിട്ടല്ലല്ലോ കാണുന്നത്. സോ എന്താണ് ഇവിടെ? യൂണിഫോം കോമ്പോസിഷൻ ആണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അവിടെ യൂണിഫോം കോമ്പോസിഷൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തു വെക്കാം. പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണമാണ്. ഹെട്രോജീനിയസ് എക്സാമ്പിൾ എന്തായിരിക്കും? അപ്പോ മഡി വാട്ടർ നമുക്ക് പറയാലോ. മഡി വാട്ടർ കുറച്ച് മണലൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ കലർത്തിയിട്ട് ഉണ്ടാക്കുന്ന വെള്ളം, അല്ലെ? ആ വെള്ളം കുറച്ച് കലങ്ങി ഉണ്ടാവും, പക്ഷെ ആ മഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ഗ്ലാസിന്റെ താഴെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ മഡ് വേറെയാണ്, വെള്ളം വേറെയാണ്, അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാണുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്, അല്ലെ? ഇവിടെ യൂണിഫോം കോമ്പോസിഷൻ ആണ്, ഇവിടെ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, ഷുഗർ സൊല്യൂഷനും മഡി വാട്ടറും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രോ പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. മാറ്റർ ഇതിന് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. സോ ഞാൻ അടുത്തതിലേക്ക് കിടക്കട്ടെ. അടുത്തത് ഞാൻ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു. നമുക്ക് ഓരോന്നിന്റെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, അല്ലെ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപെയർ, ടെമ്പറേച്ചർ കെൽവിൻ. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ പൊട്ടത്തിൽ എഴുതരുത്, ടെമ്പറേച്ചർ കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചതല്ലേ. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപെയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഓക്കെ, ഇത് അറിയുന്നതല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതൊക്കെ തിയറിയിലാണ് കേട്ടോ, ഇതൊക്കെ ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ് എന്താണ് വെയിറ്റ്? എനിക്ക് ഇത്ര കിലോ വെയിറ്റ്, അത് ഞാൻ പറയില്ലേ എനിക്ക് എത്ര കിലോ വെയിറ്റ് ആണ്, ഇത്ര കിലോ വെയിറ്റ് എന്ന് പറയില്ലേ നമ്മൾ. അതെന്ന് പറയുന്നത് എന്നിൽ എത്രത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്റെ വെയിറ്റ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു 10 കിലോ വെയിറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. 10 അല്ല, 10 കിലോ വെയിറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ മാസിൽ പോകുമ്പോൾ എന്റെ വെയിറ്റ് മാറും. കാരണം എന്താണ്? എർത്തിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഔട്ട് ഓഫ് സ്പേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലല്ലോ. സോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ മാസിന്റെ കാര്യം ഞാൻ പറയാം. മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വെയിങ് ബാലൻസിൽ 1 കിലോ പഞ്ചസാര തൂക്കി, അതേ 1 കിലോ പഞ്ചസാര തന്നെയായിരിക്കും അവിടെയും ഞാൻ തൂക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന 1 കിലോ പഞ്ചസാര. മനസ്സിലായോ? അതിനകത്ത് എന്തുണ്ടാവില്ല, അതിന് എത്രത്തോളം മാറ്റർ അതിൽ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? മാസിന്റെ കേസ് ആണെങ്കിൽ എല്ലാവരുടെയും ഒരേ മാസ് തന്നെയായിരിക്കും. ഓക്കെ, ഇത്ര മാസ് പഞ്ചസാര എടുത്ത് അതേ മാസ് പഞ്ചസാര തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? വെയിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് എന്റെ വെയിറ്റ്. അത് ഓരോ ഭാഗത്തും മാറും. അപ്പൊ മാസും വെയിറ്റും നമ്മളുടെ വ്യത്യാസങ്ങളൊന്ന് വേഗം ഓർത്ത് നോക്കൂ. മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ്
വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡിയാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് ഓരോ ഭാഗത്തും മാറും. ഓക്കെ, പിന്നെ നമ്മൾ വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? W=mg ആണ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ. W=mg ആണ് വെയിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താ അടുത്ത് പറഞ്ഞു തരേണ്ടത്? വോളിയം എന്താണെന്ന് അറിയില്ലേ? വോളിയം നമ്മൾ എങ്ങനെയാ? വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, വോളിയം എങ്ങനെ നമ്മൾ ചെയ്യാ? L ക്യൂബ് അല്ലേ? L ക്യൂബോ A ക്യൂബോ എന്നൊക്കെയല്ലേ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സൈഡിന്റെ ക്യൂബ് എടുക്കുക, അങ്ങനെയല്ലേ ചെയ്യാ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റോ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ശരിയല്ലേ? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലേ? വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് അല്ലേ? അപ്പൊ നമുക്ക് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത് പറയാൻ പറ്റും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ ചില ബുക്കുകളിൽ ഇങ്ങനെ കാണാറുണ്ട്, കിലോഗ്രാം മീറ്റർ റേസ് ടു -3. അതായത് ഒന്നുമില്ല, ഈ 3 ഇങ്ങോട്ടേക്ക് ഒരു -3 അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ജസ്റ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഡെൻസിറ്റിയുടെ കാര്യം മനസ്സിലായില്ലേ? മാസ് ബൈ വോളിയം ഇങ്ങനെയാട്ടോ യൂണിറ്റ് കണ്ടുപിടിക്കുക. അല്ലാതെ ഇപ്പൊ എല്ലാ യൂണിറ്റും നമ്മുടെ ബ്രെയിനിനകത്ത് നിൽക്കൊന്നുമില്ല. നമ്മുടെ ഇക്വേഷൻ എഴുതാ. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. മനസ്സിലായിട്ടുണ്ടാവല്ലോ? ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ എന്താ സാധനം? എന്റെ ശരീരത്തിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്റെ ടെമ്പറേച്ചർ. അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? എന്താ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദി ബോഡി. ഓക്കെ, എത്രത്തോളം ഡിഗ്രി ആ ഒരു ബോഡിയിൽ ഹോട്ട്നെസ്സോ കോൾഡ്നെസ്സോ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂട് തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സും ആവാം, ഡിഗ്രി ഓഫ് കോൾഡ്നെസ്സും നമ്മുടെ ടെമ്പറേച്ചർ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ മെയിൻ ആയിട്ട് 3 കാര്യം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. നോർമലി നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യും? ഡിഗ്രി സെൽഷ്യസ്. നമ്മളെല്ലാം ഡിഗ്രി സെൽഷ്യസിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഡിനോട്ട് ചെയ്യും. അല്ലാതെ പിന്നെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡിഗ്രി ഫാരൻഹീറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യും. പിന്നെ മൂന്നാമതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താ? കെൽവിൻ. ഓക്കെ, അപ്പൊ 3 തരത്തിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിൽ ഡിനോട്ട് ചെയ്യും, ഫാരൻഹീറ്റിൽ ഡിനോട്ട് ചെയ്യും, കെൽവിനിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ഒരു സാധനത്തിന് ഫാരൻഹീറ്റ് ആക്കാൻ ചോദിക്കാം, ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രി ആക്കാൻ ചോദിക്കാം, ഇപ്പൊ ഡിഗ്രിയിൽ നിന്നും കെൽവിൻ ആക്കാൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കണം. ഞാൻ ആ ഇക്വേഷൻ ഇപ്പൊ ജസ്റ്റ് ഇവിടെ എഴുതി തരണോ? ഇപ്പൊ ഇവിടെ എഴുതി തരാം. ഓക്കെ, എന്നിട്ട് പ്രോബ്ലംസ് നമുക്ക് അപ്പൊ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതി തരാം ഓരോന്നും. ആദ്യം ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ടെമ്പറേച്ചർ, സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഞാൻ എഴുതി തരാം. 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. തന്നിരിക്കുന്ന സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ 9/5 ഇൻറ്റു തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് വാല്യൂ പ്ലസ് 32 ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ആക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറെ അടുത്ത് എന്താണത്? ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം അല്ലെ? ഇപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിൻ അല്ലെ? അപ്പൊ ഡിഗ്രി സെൽഷ്യസിലേക്ക് എങ്ങനെ ആക്കാം? ഡിഗ്രി ഫാരൻഹീറ്റ് -32 ഇൻറ്റു 5/9. ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഫാരൻഹീറ്റ് വാല്യൂ -32 ഇൻറ്റു 5/9 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫാരൻഹീറ്റ് വാല്യൂ സെൽഷ്യസിലേക്കായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം കെൽവിൻ ആണ്. പക്ഷെ ഇത് എളുപ്പമാണ്. ഓക്കെ, കെൽവിൻ ഞാൻ പറഞ്ഞുതരാം. കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273.15 ചെയ്താൽ മതി. ഓക്കെ, തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് വാല്യൂ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ, കെൽവിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലേ, SI യൂണിറ്റ് അല്ലേ ടെമ്പറേച്ചറിന്റെ, കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് 3 ഇക്വേഷൻസ്. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കണം, വൃത്തിയായിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാം അല്ലെ? ഇത് ഞാൻ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത 2 തിയറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രിസിഷനും അക്യൂറസിയുമാണ്. ഞാൻ ഇതൊക്കെ വായിക്കാമല്ലോ. ഓക്കെ, എന്താണ് പ്രിസിഷൻ, എന്താണ് അക്യൂറസി? നമ്മുടെ ഫിസിക്സിൽ പഠിക്കാനുണ്ടല്ലോ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിക്കാനുണ്ട്. എന്താണ് പ്രിസിഷൻ ആൻഡ് എന്താണ് അക്യൂറസി? പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോർഡിന് 100 സെന്റിമീറ്റർ
ആണ് ഇതിന്റെ ലെങ്ത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, 100 സെന്റിമീറ്റർ ആണ് ലെങ്ത്. നിങ്ങൾ ആദ്യം ഇതിനെ മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 98.2 എന്ന് കിട്ടി. ഓക്കെ, സെന്റിമീറ്റർ. ഓക്കെ, രണ്ടാമത് നിങ്ങൾ മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 99 സെന്റിമീറ്റർ എന്ന് കിട്ടി. മൂന്നാമത് നിങ്ങൾ മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 99.75 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് നമ്മുടെ ശരിക്കത്തെ ഉത്തരത്തിനോട് നമ്മുടെ ഓരോ വാല്യൂസും എന്താണ്, വളരെ വളരെ പ്രിസൈസ് ആണ്. ഇതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന ഓരോ വാല്യൂസും നമ്മുടെ ശരിക്കത്തെ വാല്യൂവിനോട് എന്താണ്, പ്രിസൈസ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിസിഷൻ എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ സെന്റൻസ് വായിക്കട്ടെ. ദ ക്ലോസ്നെസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ക്ലോസ്നെസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്, ഒരു വാല്യൂ അല്ല, നമ്മൾ മെഷർ ചെയ്ത ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. Closeness of a set of values obtained from identical measurement of a quantity is known as precision of the measurement. Okay, അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഈ സെന്റൻസിന് വേണമെന്നൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിപ്പോ നമ്മുടെ പ്രിസിഷന്റെ കേസ് ആണ് അല്ലെ. അക്യുറസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഇതേ സാധനം, ദാറ്റ് ഈസ് 100 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഈ ബോർഡിന്റെ നീളം എന്ന് ഫോർ സപ്പോസ് വിചാരിക്കാം. ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 99.99 സെന്റിമീറ്റർ ആണ്. അതിനർത്ഥം എന്താണ്, ഞാൻ മെഷർ ചെയ്തിരിക്കുന്ന ഉത്തരം ട്രൂ വാല്യൂനോട് വളരെ വളരെ എന്താണ്, അക്യുറേറ്റ് ആണ് അല്ലെ. ഇതിന്ന് വളരെ വളരെ അക്യുറേറ്റ് അല്ലേ നമ്മൾ കിട്ടിയിരിക്കുന്ന വാല്യൂ. 100 സെന്റിമീറ്ററിനോട് വളരെ വളരെ ക്ലോസ് അല്ലെങ്കിൽ വളരെ വളരെ അക്യുറേറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ അക്യുറസി എന്ന് പറയാം. ഓക്കെ, ഞാൻ സെന്റൻസ് വായിച്ചു തരട്ടെ. The term accuracy is defined as the closeness of a measurement or a set of measurement to its true value. Closeness of a measurement അല്ലെങ്കിൽ ഒരു set of measurement to its true value. ഓക്കെ, രണ്ടിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. സെന്റൻസ് മേ ബി കുറച്ച് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് വരുന്നത് ഫിസിക്സിലാണ് ചോദിക്കാൻ സാധ്യത. എന്നാലും ജസ്റ്റ് നമുക്ക് കെമിസ്ട്രി ഇതുള്ളത് ടോപ്പിക് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അടുത്തൊരു കാര്യം പറയാം. അടുത്ത സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഏതിൽ വരുന്നതാണ്, ഫിസിക്സിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. സോ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഇപ്പൊ ഏതിലെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇതിലാണെങ്കിൽ അതിലാണെങ്കിൽ പഠിക്കണം, സംഭവം പഠിക്കേണ്ടതാണ്. ഞാൻ കുറച്ച് റൂൾസ് പറഞ്ഞുതരാം എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് കുറച്ച് റൂൾസ് ഇല്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് 3 റൂൾസ് പറഞ്ഞുതരാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 1.32 എടുക്കുകയാണ് സെന്റിമീറ്റർ. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിലെല്ലാം നോൺ സീറോ അല്ലേ? ഇതിൽ സീറോ അല്ലല്ലോ. 1 നോൺ സീറോ, 3 നോൺ സീറോ, 2 നോൺ സീറോ. അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയാൻ പറ്റും? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതിനർത്ഥം എന്താണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അടുത്ത റൂൾ പറഞ്ഞു തരട്ടെ. Zeros between 2 non-zero digits are significant. 2 non-zero digitsന് ഇടയ്ക്കുള്ള സീറോ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. അതായത് ഇപ്പൊ ഈ സീറോ എന്ന് പറഞ്ഞാൽ 1ന്റെയും 8ന്റെയും ഇടയിലാണ്. അതായത് 2 നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലുള്ള സീറോ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3 അല്ലേ? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. മനസ്സിലായോ? അടുത്തത് പറഞ്ഞിട്ടെ. Zeros to the right of the decimal point are significant. Zeros to the right of the decimal point are significant. ഇത് അത് കാണിച്ചു തരാം. നമുക്ക് പറയാൻ പറ്റുമോ നോക്കൂ. 5.0 മീറ്റർ. ഇത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഞാൻ പറഞ്ഞ റൂൾ എന്തായിരുന്നു? Zeros to the right of the decimal point. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ് ഒക്കെ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 ഉണ്ട് അല്ലെ? 5ഉം 5ന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇനി ഒന്നും കൂടെ തരട്ടെ, ഒന്നും കൂടെ പറയോ. 2.60 മീറ്റർ. Zeros to the right side of the decimal point are significant. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്? 1, 2, 3. ഇത് റൈറ്റ് സൈഡിൽ വരുന്നതല്ലേ? ഇത് സിഗ്നിഫിക്കന്റ് അല്ലേ? അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കേസിൽ റൂൾസ് എന്താണെന്ന് ചോദിക്കുകയല്ല ചെയ്യാ. 2 മാർക്കിന് 4 ക്വസ്റ്റ്യൻ തരും, 1/2 മാർക്ക് ഈച്ച്. സോ അത് ചോദിക്കുക ചെയ്യാ. എന്റെ ഒരു അറിവിൽ മെജോറിറ്റി ഒരു 90% പിള്ളേരും റൂൾസ് പഠിക്കില്ല. അവർക്ക് ഇങ്ങനെ, ഞാനും അങ്ങനെയാണ്, എനിക്കിപ്പോ ഇതൊക്കെ കാണുമ്പോ എന്ന് തോന്നും അതാണെന്ന്. പക്ഷെ അത് ശരിയാവാറുണ്ട് കേട്ടോ. എല്ലാ കേസിലും നിങ്ങൾക്ക് ശരിയാവും എനിക്ക് അറിയില്ല. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 ലോ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ലോ തൊട്ട് ഞാൻ ഇങ്ങനെ വളരെ വേഗം പറഞ്ഞുതരാം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് നമ്മുടെ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ആന്റോണി ലാവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ലോ നോക്കാലോ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ്. അതായത് എത്രത്തോളം മാസ് ഓഫ് പ്രോഡക്റ്റ് കിട്ടിയോ അത് എത്രത്തോളം മാസ് ഓഫ് റിയാക്ടന്റ് കൊടുത്തോ അതിനോട് ഈക്വൽ ആയിരിക്കും. ഇതോടെ ഞാൻ ലോ വായിക്കാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഇസ് ഈക്വൽ ടു
റിയാക്റ്റൻസ്. മനസ്സിലായില്ലേ? ഇത് ആന്റോണി ലാവോസിയർ പ്രപ്പോസ് ചെയ്ത ഒരു ലോ ആണ്. എളുപ്പമായിട്ടുള്ള ലോ ആണ്, പഠിച്ചേക്കണം. രണ്ടാമത്തെ ലോയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന ലോ ആണ്. ഓക്കെ, ഇത് ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ലോ ആണ്. ആരാ പ്രപ്പോസ് ചെയ്തത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ബിക്കോസ് വൺ വേർഡിന് ചോദിച്ചാലോ. ഓക്കെ, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ഇത് പ്രപ്പോസ് ചെയ്തത് ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ആ ലോ ഞാൻ സ്റ്റേറ്റ് ചെയ്യാം. ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് always contains same element combined together in the same proportion by mass. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ കമ്പൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഒരു എലമെന്റുകളൊക്കെ വെറുതെ കമ്പൈൻ ചെയ്യല്ല, അവരൊരു സെയിം പ്രപ്പോർഷനിലാണ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? ഒരു പ്രപ്പോർഷനിലാണ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ എഴുതി കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കറിയാം C+O2 gives CO2, ശരിയല്ലേ? കാർബൺ പ്ലസ് ഓക്സിജൻ gives കാർബൺ ഡൈ ഓക്സൈഡ്, ശരിയല്ലേ? കാർബൺ അറ്റോമിക് മാസ് എത്രയാ? 12 അല്ലേ? ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ഇവിടെ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 16 × 2 എത്രയാ? 32 ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 12:32 അല്ലേ നമ്മുടെ റേഷ്യോ? 12:32 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 3:8 എന്ന് വരും. അതായത് കാർബണും ഓക്സിജനും 3:8 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ലോ ഒന്നുകൂടെ വായിച്ചുതരാം. A chemical compound always contains same element combined together in the same proportion by mass. മനസ്സിലായില്ലേ? അടുത്ത ലോയിലേക്ക് കിടക്കട്ടെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നമ്മൾ ഇപ്പൊ പഠിച്ചത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ജോൺ ഡാൾട്ടൺ, ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്നൊക്കെ പഠിക്കുന്നത് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ലോ ഞാൻ വായിച്ചുതരാം. When two elements combine to form two or more compound, the mass of one element which combine with the fixed mass of other bear a simple whole number ratio. ഞാൻ ആദ്യം അർത്ഥം പറയാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ലോ ഒന്നുകൂടെ വായിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ലോ മനസ്സിലാവും. ഓക്കെ, നമ്മൾക്കറിയാം ഇതിൽ എന്താ പറയുന്നത്? when two elements combine to form two or more compound. ഫോർ എക്സാമ്പിൾ, 2 എലമെന്റ് എടുത്തു, കാർബണും ഓക്സിജനും എടുത്തു അല്ലെ? കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ മോണോക്സൈഡും കിട്ടും. സി പ്ലസ് അതേ ഓക്സിജൻ മോളിക്യൂൾ നമുക്ക് CO2യും കിട്ടും. കമ്പൈൻ ചെയ്തിരിക്കുന്ന 2 എലമെന്റുകൾ കാർബണും ഓക്സിജനും ആണ്. പക്ഷേ കാർബണും ഓക്സിജനും ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും, ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. മനസ്സിലായോ? ഇതിൽ എന്താ വ്യത്യാസം? കാർബണിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. കാർബൺ രണ്ടും ഒരേ കാർബൺ, ഒരേ ഇതിലുള്ള കാർബൺ ആണ്. അതായത് ഇവിടെയും മാസ് നമ്പർ 12 ആണ്, ഇവിടെയും മാസ് നമ്പർ 12 ആണ്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഓക്സിജൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓക്സിജന്റെ മാസ് നമ്പർ എത്രയാണ്? 16 ആണ്. ഇവിടെ ഓക്സിജന്റെ മാസ് നമ്പർ എടുക്കുകയാണെങ്കിൽ 16 × 2 ആണ്. 2 എണ്ണം ഇല്ലേ? 2 ആണ്. അതായത് 32 ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കാർബണിൽ മാസിന് ഒരു വ്യത്യാസവും ഇല്ല. ഓക്സിജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ റേഷ്യോ എന്തായി? 16:32 എന്നായില്ലേ? അതായത് 1:2 എന്നായില്ലേ? അതായത് 2 എലമെന്റുകൾ കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു എലമെന്റിന്റെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഇതാണ് ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് വെച്ച് നമുക്ക് വൃത്തിയായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും വരുമ്പോൾ ഓക്സിജന്റെ റേഷ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 4ാമത്തെ ലോയിലേക്ക് കിടക്കാം. 4ാമത്തെ ലോ ഏതായിരുന്നു? ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് അല്ലെ? ഗ്യാസസുകൾ അടങ്ങിയിരിക്കുന്ന റിയാക്ഷനിൽ ബാധകമായിട്ടുള്ള ലോയാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ലോ വായിക്കാം, വൃത്തിയായിട്ട് കേൾക്കണേ. When gases react together, there is always a simple whole number ratio between the volume of reacting gases and that of products. ഓക്കെ, ഗ്യാസസുകൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ റിയാക്ടന്റ് തമ്മിലും പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗേഷ്യസ് പ്രോഡക്റ്റും തമ്മിലൊരു അവരുടെ വോളിയത്തിന്റെ കാര്യമായിട്ട് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. H2 + Cl2 gives 2HCl. ഓക്കെ അല്ലെ? ഇവിടെ റിയാക്ടിംഗ് ഗ്യാസസിന്റെ വോളിയത്തിന്റെ റേഷ്യോ നമ്മളിവിടെ നേരത്തെ എന്താ ചെയ്തത്? എന്തിന്റെ റേഷ്യോ എടുത്തത്? മാസിന്റെ റേഷ്യോ എടുത്തത്. ഇവിടെ മാസ് ആയിരുന്നില്ലേ? ഇവിടെ എന്താണ്? റിയാക്ടിംഗ് ഗ്യാസസിന്റെ വോളിയത്തിന്റെ റേഷ്യോ ആണ്. ഇവിടെ എത്ര വോളിയം എടുത്തിട്ടുണ്ട്? 1. ഇവിടെ 1, ഇവിടെ 2 അല്ലെ? അപ്പൊ റിയാക്ടിംഗ് ഗ്യാസസിന്റെ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 1:1.
റേഷ്യോ 1:1. എന്തിനോട് ഏത് ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടുന്നത്? പ്രോഡക്റ്റിന്റെ അല്ലെ. ഇവിടെ എത്രയാണ്? 2. അതായത് H2 + Cl2 gives to HCl എന്ന റിയാക്ഷനിൽ റിയാക്ടിംഗ് ഗ്യാസസിന്റെ വോളിയത്തിന്റെ റേഷ്യോയും പ്രോഡക്റ്റിന്റെ കേസിലും അവിടെ തമ്മിൽ എന്തുണ്ടാവും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ ലോ വായിച്ചു തരാം. എന്നുള്ള സംഭവം എന്താ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവല്ലോ. When gases react together, H2 യും ക്ലോറിനും gases react together, there is always a simple whole number ratio. അവിടെ എപ്പോഴും ഒരു simple whole number ratio ഉണ്ടാവും between the volume of the reacting gases. Between the volume of the reacting gases. മനസ്സിലായില്ലേ? Volume of the reacting gases and that of gaseous product. And that of gaseous product provides all volumes are measured in the same conditions of temperature and pressure. എല്ലാ വോളിയൂംസും സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കും മെഷർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയ്ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്. 4ാമത്തെ ലോ മനസ്സിലായിട്ടുണ്ടാവല്ലോ. 5ാമത്തെ ലോയിലേക്ക് കിടക്കട്ടെ. വളരെ ഈസി ആയിട്ടുള്ള ലാസ്റ്റ് നമ്മുടെ 5ാമത്തെ ലോ എന്ന് പറയുന്നത് അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് കോൺസ്റ്റന്റ് ഒക്കെ വരുന്നത് നമുക്ക് അവഗാഡ്രോസ് കോൺസ്റ്റന്റ് ഒക്കെ അറിയാലോ. 6.022 × 10⁻23 എന്നൊക്കെ പറയുന്നത്. അവഗാഡ്രോസ് ലോ ഞാൻ വായിക്കാം. വളരെ ഈസിയാണ്. ഇതിലും പിന്നെ നിങ്ങൾക്ക് റെപ്രസെന്റേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. Equal volumes of all gases under similar conditions of temperature and pressure contains equal number of molecules. ഞാൻ ഹൈഡ്രജൻ എടുത്തു H2, ഓക്സിജൻ എടുത്തു O2. ഹൈഡ്രജനും ഓക്സിജനും ഒരേ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും. അല്ലാതെ ഇത് 30 കെൽവിനില്, ഇത് വേറൊരു ടെമ്പറേച്ചറിൽ, ഇത് വേറൊരു ടെമ്പറേച്ചറിൽ, ഇത് വേറൊരു പ്രഷറിൽ, അങ്ങനെയല്ല. രണ്ടും ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും വെക്കുമ്പോൾ ഇതിനകത്ത് രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടാവില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഒരു സംതൃപ്തിക്ക് എഴുതുന്നതാണ്. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജന്റെ കേസ് അല്ലാതെ ഏതൊരു 2 ഗ്യാസസ് എടുക്കുമ്പോഴും ഓക്കെ അത് സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അർത്ഥം വൃത്തിയായിട്ട് മനസ്സിലാവുണ്ടാവുമല്ലോ. ഒന്നുകൂടെ ലോ വായിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരേ വോളിയം, ഈക്വൽ വോളിയം ഓഫ് ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കണം. മനസ്സിലായോ? ഒരേ വോളിയം ഓഫ് ഹൈഡ്രജനും ഒരേ വോളിയം ഓഫ് ഓക്സിജനും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒരേ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നുള്ള 5 ലോയും വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വൃത്തിയായിട്ട് പഠിക്കണം. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാമല്ലോ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി അല്ലെ. ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത ആറ്റത്തിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്ത തിയറി, അറ്റോമിക് തിയറി. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എന്റെ ഒരു നിഗമനം. സോ നമ്മൾ 4 പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 4 പോയിന്റ്സ്, ഈസി ആയിട്ടുള്ള 4 പോയിന്റ്സ് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇതൊരു മാറ്റർ ആണ് അല്ലെ. എനിത്തിങ് ദാറ്റ് possess some mass and occupies a space അല്ലെ. ഇതിനൊരു മാസം ഉണ്ട്, ഇതിനവിടെ വെക്കുമ്പോൾ ഇതിനൊരു സ്പേസും വേണം. ഇതൊരു മാറ്റർ ആണ്. അപ്പോ matter is made up of extremely small indivisible particles called atom. ഈ ബുക്ക് എന്ന മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത് എക്സ്ട്രീംലി സ്മോൾ ആയിട്ടും ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ്. എന്താണ് ആ സാധനം? ആറ്റംസ് ആണ്. സോ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇതാണ് ഒന്നാമത്തെ ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് കിടക്കട്ടെ. Atoms of the same element are identical in all respects, size, shape and mass. അതായത് atoms of same element, അതായത് ഒരു എലമെന്റിനകത്തുള്ള ആറ്റംസ് ഒക്കെ ഒരേ ഷേപ്പും സൈസും മാസ് ഒക്കെ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഞാൻ എടുത്തു. ഹൈഡ്രജനകത്തുള്ള എല്ലാ ആറ്റംസിനും ഒരേ ഷേപ്പും ഒരേ സൈസും ഒരേ മാസും ആയിരിക്കില്ലേ? ഒരേ സൈസും ഒരേ മാസും ആയിരിക്കും. അതായത് ആറ്റം ഓഫ് സെയിം എലമെന്റ് കണ്ടെയ്ൻസ് സെയിം ഷേപ്പ്, സൈസ് ആൻഡ് മാസ്. ഇതിനകത്ത് ഓരോരോ മാസമുള്ള ഓരോരോ ആറ്റംസ് ആയിരിക്കും അല്ല. അതിനകത്തുള്ള എല്ലാ ഷേപ്പും സൈസും മാസും എല്ലാ ആറ്റത്തിന്റെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇതിപ്പോ ഒരു രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആണ് കേട്ടോ. ആറ്റം ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. ഏതൊക്കെയാണ് റെസ്പെക്ട്? സൈസും ഷേപ്പും മാസും. ഇതിന്റെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് ഉൾട്ടായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. എന്താണ്? ഇതിപ്പോ ഒരേ എലമെന്റ് ആയപ്പോ ഒരേ സൈസും മാസും ഷേപ്പും ആയിരുന്നു. ഡിഫറെന്റ് എലമെന്റ് ആണെങ്കിലോ ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ് possess different size, shape and mass. അത്രേ ഉള്ളൂ.
ഇതേപോലെ എഴുതാം, ഇതിന് തിരിച്ച് അപ്പുറത്തേക്ക് എഴുതാം, അത്രേ ഉള്ളൂ. Atoms of different elements are different. They possess different size, different mass and different shape. Okay, atoms of different elements എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഹൈഡ്രജന്റെ ആറ്റത്തിന് ഒരേ സൈസ്, ഒരേ മാസ്, ഒരേ ഇതായിരിക്കും. ഓക്സിജന്റെ അതിന് ഒരേ സൈസ്, ഒരേ ഷേപ്പ് ആയിരിക്കും. ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വ്യത്യാസം ആയിരിക്കില്ലേ? അത്രേ ഉള്ളൂ. ലാസ്റ്റ് പോസ്റ്റ്ലേറ്റിലേക്ക് കിടക്കട്ടെ. നാലാമത്തെ പോസ്റ്റ്ലേറ്റിലേക്ക്, ആറ്റം can neither be created nor be destroyed. വളരെ എളുപ്പം. ആറ്റംസ് can neither be created nor be destroyed. ആറ്റംസ് നമുക്ക് ക്രിയേറ്റും ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയും ചെയ്യാൻ പറ്റില്ല. നിസ്സാരം, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ 4 ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ വരുന്ന 4 പോസ്റ്റ്ലേറ്റ്സ്. 2 മാർക്കിന് ചോദിച്ചാൽ പ്ലീസ് അനിയമോരെ എഴുതിയവർ 4 പോയിന്റ് എഴുതിയേക്കണേ. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്യും. ഈ ചേച്ചി ഇരുന്ന പ്രോബ്ലം ഒന്നും പറഞ്ഞില്ലാത്തെന്ന് വിചാരിക്കണ്ട. എംപിരിക്കൽ ഫോർമുലയുടെ പ്രോബ്ലം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ നമ്മുടെ ഇതേ തന്നെ ഏറ്റവും ലാസ്റ്റ് തിയറിയിലേക്ക് കിടക്കാം. ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റുകളെ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പെട്ടെന്ന് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റുകളെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. ഇതിന്റെ ബേസിസിൽ ഒരു ചെറിയ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലം ഒക്കെ ഉണ്ട്. തിയറി കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് എല്ലാ തിയറീസും ഉണ്ട്. ഇത് നമ്മൾ ഒന്നാമത്തെ പാർട്ട് അല്ലേ, ഇതിന്റെ തന്നെ പ്രോബ്ലം സെക്ഷൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. സോ ആദ്യം നിങ്ങൾ കാണേണ്ടത് ഞാൻ റെഫർ ചെയ്യുന്നത് തിയറി പഠിക്കണം എന്നാണ്. ആദ്യം തിയറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക? പ്രോബ്ലത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. തിയറി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ ലിങ്ക് ഒക്കെ ഇടുമല്ലോ. ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചോദിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിസിൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുമാത്രമോ എന്തൊക്കെയാണോ ഏതൊക്കെ തരത്തിലാണോ ചോദിക്കുന്നത് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ അതിന്റെ ബേസിസിലേക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ആൻഡ് ഇതേ സപ്പോർട്ട് നമ്മൾ ഫുൾ എല്ലാ വീഡിയോസിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് നിങ്ങൾക്കൊരു ട്യൂഷൻ സെന്ററിന് കംപ്ലീറ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണ്. ട്യൂഷനിൽ പോയിട്ട് ഫീസ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ വരെ ചോദിക്കുക. ജസ്റ്റ് ഒരു എന്താ പറയുക, ഏട്ടനും ചേച്ചിയും അനിയത്തിയൊക്കെ നമ്മൾ അങ്ങനെ പോവാം. സോ thank you so much for watching this video.